പി.കെ. ശശി എന്ന വൻമരം വീഴാൻ പോവാണോ? ശശിയുടെ KTDC ചെയർമാൻ സ്ഥാനം കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാണോ? CPIM നേതാക്കൾക്കെതിരെ അടുത്ത സാമ്പത്തിക തട്ടിപ്പ് കൂടി പുറത്തു വരാൻ പോകുന്നു. പാർട്ടി ഓഫീസുകളിൽ ഇപ്പോൾ കുലങ്കശമായ ചർച്ച നടക്കാണ് ഗൈസ്. പി.കെ. ശശി അറിയാണ്ട് CPIMൽ ഒരീച്ച പോലും അനങ്ങില്ല എന്ന് പണ്ടൊരു ടോക്ക് ഉണ്ടായിരുന്നു. ഉന്നതരായ കോംറേഡ്സിന്റെ ഇടയിൽ അത്രയേറെ ബന്ധമുള്ള ഒരു പുലിയാണ് പി.കെ. ശശി. പി.കെ. ശശിയുടെ പേര് കേട്ടിട്ടുണ്ടെങ്കിൽ ഭയഭക്തി ബഹുമാനത്തോടെ നിൽക്കണ ആളുകള്. പക്ഷെ ഇപ്പൊ ശശിയേട്ടന്റെ സമയം അത്ര ശരിയല്ലെന്ന് തോന്നുന്നു. ശശിയേട്ടന്റെ ചില ഇടപാടുകളിൽ പാർട്ടിക്ക് ചെറിയൊരു സംശയം, ആള് തട്ടിപ്പ് വല്ലതും കാണിക്കണുണ്ടോന്ന്. അങ്ങനെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി പാർട്ടി ഒരു അന്വേഷണ കമ്മീഷൻ അങ്ങോട്ട് വെച്ചു. പുത്തലത്ത് ദിനേശന്റെ നേതൃത്വത്തില് ശശിയെ കുറിച്ച് വിശദമായിട്ടൊരു അന്വേഷണം നടന്നു. മുഖ്യമന്ത്രിയുടെ വലം കൈയായ പുത്തലത്ത് ദിനേശൻ ചതിച്ച് ശശിയേട്ട, നിങ്ങൾക്കെതിരെ ഗുരുതര ആരോപണമുള്ള വലിയൊരു റിപ്പോർട്ട് പുള്ളി പാർട്ടിയിൽ സമർപ്പിച്ചു. സാമ്പത്തിക ക്രമക്കേടാണ് മെയിൻ വിഷയം. നമ്മൾ എന്ത് ചെയ്യും ശശിയേട്ട? ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ച് ഓടിയാലോ എന്നാലോചിച്ചിരിക്കുകയാണ് ഞാൻ. മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ടിൽ തിരിമറി നടത്തിയെന്നാണ് ശശിയേട്ടനെതിരെയുള്ള പ്രധാന ആരോപണം. അങ്ങനെ പാർട്ടിക്കകത്ത് രായാവായി വാണിരുന്ന ശശിയേട്ടന് കഷ്ടകാലം തുടങ്ങി. പലവിധ സ്ഥാനമാനങ്ങൾ ഉണ്ടായിരുന്ന ശശിയേട്ടനെ പാർട്ടി ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തി. പെട്ടെന്ന് ഒരു ദിവസം എല്ലാം നഷ്ടപ്പെട്ട പാവ ശശിയേട്ടന്റെ പിഞ്ചു മനസ്സ് എത്രത്തോളം വേദനിച്ചിട്ടുണ്ടാവും. ശശിയേട്ടന് ഇനി ആകെയുള്ളൊരു പിടിവള്ളി KTDC ചെയർമാൻ സ്ഥാനമാണ്. അതും കൂടി പോയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞല്ല. ആ സ്ഥാനം നിലനിർത്താൻ നമ്മുടെ ശശിയേട്ടൻ എന്ത് വേണമെങ്കിലും ചെയ്യും. പിന്നെ ഉന്നതരായിട്ടുള്ള ശശിയേട്ടന്റെ ആ ഒരു ബന്ധം എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ട് ശശിയേട്ടനെ പെട്ടെന്ന് അങ്ങ് തള്ളി പറയാൻ ആരും ഒന്ന് ഭയക്കും. നടപടി എടുത്തിട്ടില്ല. അപ്പൊ ഇന്നിപ്പോ KTDC ചെയർമാൻ സ്ഥാനം രാജിവെക്കുമെന്ന് പറയണം. അദ്ദേഹത്തെ ശശിക്കെതിരെ നടപടിയൊന്നും എടുത്തിട്ടില്ല എന്ന് പറയാനൊരു ശക്തി ഇല്ലല്ലോ മാഷേ. എന്താണ് അങ്ങനെ? അദ്ദേഹം ജില്ലാ കമ്മിറ്റി അംഗമായിട്ട് തുടരും. ഇപ്പൊ നിലവിൽ ജില്ലാ കമ്മിറ്റി അംഗമാണ്. ഏരിയ കമ്മിറ്റിയുടെ ചുമതല ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ, അയാൾ ഇപ്പൊ ജില്ലാ കമ്മിറ്റി അംഗമാണ്. പാവം മാഷ് മധുരിച്ചിട്ട് തുപ്പാനും കഴിച്ചിട്ട് ഇറക്കാനും പറ്റാത്ത അവസ്ഥയായല്ലോ. ഇപ്പൊ ജില്ലാ കമ്മിറ്റി അംഗമാണ്. പിന്നീട് എന്തായിരിക്കും എന്നോട് ചോദിക്കല്ലേ മക്കളെ എന്നാണ് ആ പാവം പറയാണ്ട് പറയണത്. പിന്നെ ജില്ലാ കമ്മിറ്റി അംഗമാണെന്ന് പറഞ്ഞാൽ പിന്നെ തുടരും പ്രത്യേകം പറയണ്ടേ. ഭൂതകാലവും വർത്തമാനവും പ്രത്യേകം അവന്റെ ഭാവികാലവും പ്രത്യേകിച്ച്. KTDC ചെയർമാൻ സ്ഥാനം രാജിവെക്കുന്ന തിരുവനന്തപുരത്ത് വാർത്തകളുണ്ട്. അറിയാൻ വേണ്ടി അറിയില്ല. അത് അദ്ദേഹം പാർട്ടി ആവശ്യപ്പെടണോ രാജിവെക്കാൻ? ഇല്ല, രാജിവെക്കേണ്ട കാര്യമില്ല. ഇല്ല, എനിക്കൊന്നും അറിയാൻ പാടില്ല സാറേ എന്ന് പറഞ്ഞ് കൈമലർത്താണ് ഗോവിന്ദ മാഷ്. ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തു, പാർട്ടി ഫണ്ട് മുക്കി, പാർട്ടിയെ അറിയിക്കാണ്ട് യൂണിവേഴ്സൽ സഹകരണ കോളേജിനായി പണം പിരിച്ചു. അങ്ങനെ കുറെ ആരോപണം ഉണ്ടായിട്ടും ഒരാളും ശശിയേട്ടനെതിരെ ഒന്നും പറയാത്തത് കണ്ട. അതാണ് ഞങ്ങളുടെ ശശിയേട്ടന്റെ ഒരു റേഞ്ച്. അല്ല, പാർട്ടിക്കകത്ത് നിരന്തരമായ ശുചീകരണം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് ഒരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ ഒരു കൊല്ലത്തേക്കോ ഒന്നുമല്ല, തുടർച്ചയായ പ്രക്രിയയാണ്. അതിൽ ജില്ലാ കമ്മിറ്റിയിലൂടെ ഞങ്ങൾ പങ്കെടുക്കാറുണ്ട്, ചിലപ്പോൾ ഏരിയ കമ്മിറ്റിയിലും പങ്കെടുക്കാറുണ്ട്. അത്രയേ ഉള്ളൂ കാര്യം. ഓ, ഇത്രയെങ്കിലും മാഷ് പറഞ്ഞല്ലോ, സന്തോഷം. ശശിയേട്ടാ, ഗോവിന്ദ മാഷ് പറഞ്ഞത് കേട്ടല്ലോ അല്ലേ? പാർട്ടിയിൽ ശുചീകരണ പ്രവർത്തനം നടക്കുന്നുണ്ടെന്ന്. ശുചീകരിച്ച് പലരെയും കറിവേപ്പിലാക്കി എടുത്ത് കളയുന്നാണ് കേട്ടത്. സാമ്പത്തിക ക്രമക്കേട് ആരോപണത്തിൽ പോലീസ് നടപടിയും കൂടി വന്നിട്ടുണ്ടെങ്കിൽ തിരുപ്പതി ഔട്ടാ. ഇപ്പോ ശശിന്റെ മേലെ ഒരു നിലപാടും സ്വീകരിച്ചു കഴിഞ്ഞിട്ടില്ല. സാധ്യതയുണ്ടോ? ശശിക്കെതിരെ നടപടി ഉണ്ടാവുമെന്ന് ഇപ്പൊ പറയാൻ പറ്റില്ല എന്ന് ഗോവിന്ദ മാഷ്. ശശിയുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെങ്കിൽ നടപടി ഇല്ല എന്ന് മാഷിന് ഉറപ്പിച്ച് പറഞ്ഞൂടെ? അത് മാഷ് പറഞ്ഞിട്ടില്ല. സംതിങ് ഫിഷി. അല്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. മിനിസ്റ്ററും കൂടി പങ്കെടുത്തില്ല. ഞാൻ അങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ടില്ല. മിനിസ്റ്റർ ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നല്ലോ. ശശിയേട്ടന്റെ പേര് കേൾക്കുമ്പോഴത്തേക്കും എല്ലാവരും ഇതെങ്ങോട്ടാണ് ഓടിപ്പോണേ? പറയാനുള്ള കാര്യങ്ങളാണെങ്കിൽ ഞങ്ങളത് പറയുമല്ലോ. അതിനൊരു മടിയും കാണിക്കാത്ത പാർട്ടിയാണല്ലോ CPIM. അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ? അതെ. അതുകൊണ്ടാണല്ലോ P.K. ശശിയുടെ സാമ്പത്തിക തിരിമറിയുടെ കാര്യവും പുള്ളിക്കെതിരായ പാർട്ടി നടപടിയുടെ കാര്യമൊക്കെ ചോദിക്കുമ്പോൾ എല്ലാവരും ഒരുപോലെ കൈമലർത്തുന്നത്. ഞങ്ങളുടെ പാർട്ടിയുടെ സംഘടനാപരമായ ചില വിഷയങ്ങളുണ്ടാകും. ആ സംഘടനാപരമായ പ്രശ്നങ്ങളിൽ പാർട്ടി ഉചിതമായ തീരുമാനങ്ങൾ എടുക്കും. ആ ഉചിതമായ തീരുമാനമെടുക്കാൻ പ്രാപ്തിയുള്ള പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഓ, പിന്നെ പാർട്ടി പറയണ കാര്യങ്ങള് അതുപോലെ അനുസരിക്കുന്ന ഒരാള് പോടന്ന്. എന്നിട്ട് പറയും, നിങ്ങൾ മുഖ്യന്ന് അന്വേഷണ കമ്മീഷൻ പറഞ്ഞ കാശൊക്കെ എന്ത് ശരിക്കും എന്താ സംഭവിച്ചേ? പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങളും പാർട്ടിയിൽ നടക്കുന്ന സംഘടനാപരമായ ചർച്ചയും ഒന്നും മാധ്യമങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഞാൻ സന്നദ്ധനല്ല. ഞാൻ കമ്മ്യൂണിസ്റ്റാണ്. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ പാർട്ടിയിലുള്ള ഒരു വിഷയവും നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ ഞാൻ തയ്യാറല്ല.
മാധ്യമങ്ങളോട് പറഞ്ഞില്ലെങ്കിലും പാർട്ടി അന്വേഷണ കമ്മീഷൻ വെച്ചതും അന്വേഷണത്തിൽ കണ്ടുപിടിച്ചതൊക്കെ നാട്ടില് പാട്ടാണല്ലോ ശശിയേട്ടാ. പാർട്ടിയോട് പറയാതെ യൂണിവേഴ്സൽ കോളേജിൽ നിന്ന് അങ്ങനെ ഒരു പണപ്പിരിവ് അതെന്തിനായിരുന്നു? യൂണിവേഴ്സൽ കോളേജ് എന്ന് പറയുന്നത് കേരളത്തിൽ അറിയപ്പെടുന്ന സഹകരണ രംഗത്തുള്ള 1-ാം നമ്പർ സ്ഥാപനമാണ്. ഇത്തവണയും കേരളത്തിൽ ഏറ്റവും നല്ല സ്ഥാപനമായി തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാപനമാണ് യൂണിവേഴ്സൽ കോളേജ്. യൂണിവേഴ്സൽ കോളേജിനെ പറ്റി നമുക്ക് അറിയാന്ന്, അതല്ല ചോദിച്ചത്. യൂണിവേഴ്സൽ കോളേജിൽ നിങ്ങൾ പിരിച്ച കാശിനെ പറ്റിയാ ചോദിച്ചേ. ഞാൻ ഈ കാര്യം നിങ്ങളുമായിട്ട് ഡിസ്ക്ലോസ് ചെയ്യാൻ ഒരിക്കല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്. സംഘടനാപരമായ ഒരു കാര്യവും നിങ്ങളുമായിട്ട് ഡിസ്ക്ലോസ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല. അതിനുത്തരം ബബ്ബ. എന്തായാലും തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്ന നേതാക്കന്മാരെയൊക്കെ താഴെ തട്ടിലേക്ക് തരം താഴ്ത്തിയിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലപ്പത്ത് ബാക്കി ആരെങ്കിലും ഒക്കെ കാണുമെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. PV അൻവർ MLA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയതും മുതലാളിയാണ്. അതുകൊണ്ട് എത്ര ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനായാലും PV അൻവറിന്റെ വാക്കുകൾ അനുസരിച്ച് മിണ്ടാതെ മാറി നിൽക്കണം. അല്ലാച്ച എല്ലാത്തിനും പൊതുവേദിയിൽ വെച്ച് അപമാനിച്ച് കളയും. പറഞ്ഞേക്കാം. മലപ്പുറത്ത് പോലീസ് അസോസിയേഷൻ വേദിയാണ് ലൊക്കേഷൻ. പരിപാടിക്ക് PV അൻവർ MLA സമയത്തിനെത്തി. പക്ഷെ മുഖ്യപ്രഭാഷണം നടത്തേണ്ട SP കുറച്ചൊന്ന് വൈകി. എന്ത്, ഞങ്ങളുടെ MLA ഒരു SPക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വന്നോ? ഇതിനുള്ള മറുപടി വേദിയിൽ വെച്ച് തന്നെ തരാമെന്ന ആറ്റിറ്റ്യൂഡിൽ PV അൻവർ MLA. പിന്നീട് അങ്ങോട്ട് വേദിയിൽ അൻവറേട്ടന്റെ ആറാട്ടായിരുന്നു. ഇങ്ങനെയുണ്ട് ഒരു പോലീസിന് ഈ ഗവൺമെന്റിനെതിരെ ജനങ്ങൾ എങ്ങനെ ആക്കാൻ കഴിയും എന്നതിൽ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുക. റിസർച്ച് അത് ഫോളോ ചെയ്യും. സർക്കാരിനെ തരം താഴ്ത്തി കാണിക്കാനുള്ള ശ്രമമാണ് ചില പോലീസിനെന്ന് PV അൻവർ MLA. അൻവറേട്ടൻ മറ്റേ സാധനം മോഷണം 9 ലക്ഷം വില വരുന്ന റോപ്പ് വേക്ക് ഉപയോഗിച്ചിരുന്ന സ്റ്റീൽ കേബിൾ 2300 ചില കിലോ വെയിറ്റ് ഒരാൾക്കും 2 ആൾക്കും 10 ആൾക്കും കൊണ്ടുപോകാൻ കഴിയില്ല. ഒരു സംഘമായി അതിന്റെ സംവിധാനത്തോടു കൂടി വന്ന് മാത്രമേ കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. കൊണ്ടുപോയിട്ട് 5-8 മാസമായി. 3 പ്രാവശ്യം ജില്ലാ പോലീസ് സൂപ്രണ്ടറിയും വിളിച്ചു. എങ്ങനെ ഏത് പൊട്ടന് കണ്ടുപിടിക്കാൻ കഴിയില്ല? ഇത്രയും വലിയ സാധനം ഇത്രയും ആളുകൾ ആ കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തുകൊണ്ടുപോയിട്ട് ഇത്രയും ദിവസമായി കണ്ടെത്താൻ കഴിഞ്ഞില്ല. പാവ അൻവർ MLA എത്ര കഷ്ടപ്പെട്ടിട്ടാണ് പാർക്കിൽ ആ റോപ്പ് ഒക്കെ സെറ്റ് ചെയ്തത്. അത് കണ്ടുപിടിക്കാൻ ഇവിടത്തെ SPയോ IPSോ ആരെങ്കിലും വന്നോ? കഷ്ടം തന്നെ. മോഷണത്തിന്റെ കാര്യത്തിൽ പോലീസ് നടപടി എടുത്തിട്ടില്ലെങ്കിൽ അത് വിമർശിക്കേണ്ടത് തന്നെയാണ്. പക്ഷെ അത് പൊതുവേദിയിലാണോ പറയേണ്ടതെന്ന് അൻവറേട്ടൻ ഒന്ന് ആലോചിക്കേണ്ടിയിരുന്നില്ലേ? പാർക്കിലെ മോഷണത്തിന്റെ കാര്യം പോട്ടെ, വേറൊരു വലിയ തെറ്റ് SP ചെയ്തു. എന്നിട്ടാ നമ്മുടെ PV അൻവർ MLAയെ ഈ SP വെയിറ്റ് ചെയ്യിപ്പിച്ചു. അത് ശരിയാണോ? പോലീസുകാർക്ക് വേറെ എന്താ പണി? അല്ല പിന്നെ ഞങ്ങളുടെ അൻവറേട്ടന് ഇതൊന്നും തീരെ പിടിക്കില്ല കേട്ടാ. 10 മണിക്ക് അങ്ങനെ സമ്മേളനം പറഞ്ഞല്ലേ, ഞാൻ 9:50 മലപ്പുറത്ത് എത്തിയിട്ടുണ്ട്. ഞാൻ രാവിലെ ഫസ്റ്റിൽ ആരംഭിക്കുന്ന ഒരു പരിപാടി 1 മിനിറ്റ് പോലും വൈകാറില്ല. 5-10 പരിപാടി ഉണ്ടാകുമ്പോൾ 2-3 പരിപാടി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വൈകും. ഇവിടെ വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾ കുറച്ചേരം കൂടി വെയിറ്റ് ചെയ്യാൻ ആളെത്തിയിട്ടില്ല. ശരിയെന്നുണ്ട്. ഒരു ചായയിലെ രാവിലെ കുടിക്കാൻ പറ്റുള്ളൂ. ഞാൻ 2 ചായ കുടിച്ചു മലപ്പുറത്ത്. പിന്നെ ഞാൻ 10:20 അവിടെ വന്നത്. ഇവിടെ 27 മിനിറ്റ് ഞാൻ കാത്തിരുന്നു. ഒരു കുഴപ്പമില്ല. അദ്ദേഹം തിരക്ക് പിടിച്ച ഓഫീസറാണ്. ആ തിരക്കിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം വരാതിരുന്നെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല. നമ്മൾ ആരും കാത്തിക്കാൻ തയ്യാറാണ്. പക്ഷെ അവൻ അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വരാതിരുന്നെങ്കിൽ അത് അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമാണ്. 1-2 തവണയല്ല പലതവണ SP S ശശിധരനെ PV അൻവർ MLA പൊതുവേദിയിൽ വെച്ച് അധിക്ഷേപിച്ചു. പത്തനംതിട്ടയിലെ നരബലി കേസ് അടക്കം ഒരുപാട് കേസുകളിൽ നിർണായകമായ കണ്ടെത്തൽ നടത്തിയ SP ആണ് S ശശിധരൻ. പക്ഷെ എന്തു പറഞ്ഞിട്ടും കാര്യമില്ല. ഞങ്ങളുടെ MLAക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെ മുന്നിലും വെച്ചും അപമാനിക്കും. MLAയുടെ അതേ സ്റ്റാൻഡേർഡിൽ SP പ്രതികരിക്കും എന്നാണ് നമ്മുടെ അൻവറേട്ടൻ വിചാരിച്ചത്. പക്ഷെ SP ഒറ്റ സെന്റൻസിൽ പ്രസംഗം നടത്തി. ഞാൻ അല്പം തിരക്കിലാണ്, അതുകൊണ്ട് ഒരു പ്രസംഗത്തിനുള്ളൊരു മൂഡിലല്ല ഞാൻ. ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. പോലീസുകാരുടെ മനോവീര്യം തകർക്കുന്ന നടപടി ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവരുതെന്ന് മുഖ്യമന്ത്രി അടക്കം പലതവണ പറഞ്ഞിട്ടും നമ്മുടെ അൻവറേട്ടന് മാത്രം ആ കാര്യം തലയിൽ കയറിയില്ല. അപമാനിച്ചാലും അധിക്ഷേപിച്ചാലും SP S ശശിധരൻ ആരാണെന്ന് മലയാളികൾക്ക് നല്ലോണം അറിയാട്ടോ അൻവറേട്ട. എന്നാ ശരി, ബാക്കി വിശേഷങ്ങളുമായി പിന്നെ നാളെ കാണാം. നന്ദി, നമസ്കാരം.